കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പിൻ എന്നുള്ള കർത്താവിൻ്റെ വാക്കിൻ പ്രകാരമാണ് ഇന്നേ പകൽക്കാലം ഈ ദൈവവചന ശുശ്രൂഷകൾ ചെയ്യുന്നത്. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് മനുഷ്യരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ഉത്തരവാദിത്വമാണ്. സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം. അതുകൊണ്ട് മനുഷ്യൻ അടങ്ങിയിരിക്കാതെ എല്ലായ്പ്പോഴും സുവിശേഷം അറിയിക്കുവാനായിട്ട് ഒരുക്കമുള്ളവനായിരിക്കണം. കാരണം സകല ലോകത്തിലും ഈ സുവിശേഷം ചെന്നു കഴിയുമ്പോൾ അവസാനമാകുമെന്ന് കർത്താവ് തൻ്റെ വചനത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സകല ലോകത്തിൻ്റെ സകല മൂലകളിലും ഈ ദൈവവചനം എത്തിക്കുക എന്നുള്ളത് സുവിശേഷം കേൾക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണ്. ആര് കേൾക്കുന്നു, ആര് കേൾക്കാതിരിക്കുന്നു, ആര് സുവിശേഷം അനുസരിക്കുന്നു, അനുസരിക്കാതിരിക്കുന്നു, ഇതൊന്നും സുവിശേഷം അറിയിക്കുന്നവന് ബാധകമല്ല. പിന്നെയോ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക, മുഴു ലോകത്തിലും ഈ സുവിശേഷം അറിയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ കാലം അവസാനിച്ച് കിട്ടും. നമുക്കറിയാം, ഈ കാലം എന്ന് പറയുന്നത് വളരെ മോശകരമായൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സകല വിധത്തിലുള്ള അനീതിയും, സകല വിധത്തിലുള്ള അന്യായവും, സകല വിധത്തിലുള്ള മായവും, സകല വിധത്തിലുള്ള കള്ളത്തരങ്ങളും, കൊലപാതകങ്ങളും, സകല വിധത്തിലുള്ള കൈക്കൂലികളും, ഇങ്ങനെ ഏത് മേഖലകളിൽ നോക്കിയാലും ഇങ്ങനെയൊരു ലോകത്തിൽ ജീവിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. ലോത്തിൻ്റെ കാലത്ത് സോദോം ഗോമോറ എന്ന് പറയുന്ന രണ്ട് പട്ടണങ്ങളുണ്ടായിരുന്നു. ആ പട്ടണങ്ങളിലെ പ്രവൃത്തി എന്ന് പറയുന്നത് അവർ സ്വവർഗരതിക്കാരും അതുപോലെ തന്നെ ആണുങ്ങൾ ആണുങ്ങളോടും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോടും ദോഷകരമായി പ്രവർത്തിക്കുന്ന പ്രവൃത്തികളുള്ളവരായിരുന്നു. ആ പട്ടണത്തിൽ ലോത്ത് എന്ന് പറയുന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെയും കണ്ട് ആ പട്ടണക്കാരുടെ കൊടിയ പാപങ്ങൾ കണ്ട് തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് ആണ് ലോത്ത് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടത്തിലും സത്യാന്വേഷികളും സമാധാനം അന്വേഷിക്കുന്നവരും സമാധാനത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയും ഒരു പുതിയ പ്രഭാതത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഒരു പുതിയ ലോകത്തിന് വേണ്ടി അവർ അറിഞ്ഞും അറിയാതെയും കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി സകല സൃഷ്ടിയും ഏറ്റവും ഈറ്റുനോവോടുകൂടി, ഏറ്റവും ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. സകല സൃഷ്ടിയും, മനുഷ്യൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട്, ദൈവപുത്രന്മാർ വെളിപ്പെട്ട് ഈ ലോകത്തെ അവർ കീഴടക്കുന്ന ദിവസം, അന്ന് നീതിയും സമാധാനവും പുലരുന്നൊരു പ്രഭാതം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടെ അറിഞ്ഞും അറിയാതെയും ഒക്കെയും സകല സൃഷ്ടികളും ഈറ്റുനോവോടുകൂടി ഇരിക്കുകയാണ്, ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ പല മാർഗങ്ങളും തിരഞ്ഞെടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു സത്യാന്വേഷി എന്ന് പറയുന്നവൻ, അവനെ സംബന്ധിച്ച് അവൻ സത്യദൈവത്തെങ്കിലേക്ക് തിരിയും. ആ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ, ആ ദൈവത്തെ പിന്തുടർന്നു കഴിയുമ്പോൾ, ആ ദൈവത്തിൻ്റെ സ്വഭാവമായി കഴിയുമ്പോൾ, അവൻ ഈ ലോകത്തിൽ തന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും എന്ന് പറയുന്ന ദൈവരാജ്യത്തെ അനുഭവിപ്പാനായിട്ട് കഴിയും. കൂടാതെ അവൻ ഒരു പുതിയ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സകല ലോകത്തിലും സകല പ്രപഞ്ചത്തിലും സമാധാനം വരുന്നൊരു ദിവസം. അസമാധാനം വരുത്തിയത് ആരാണ്? നമുക്കത് സൃഷ്ടിയിലേക്ക് പോകേണ്ടി വരും. ദൈവം 6 ദിവസം കൊണ്ട് ഈ ലോകത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചുവെന്ന്
വിശുദ്ധ ബൈബിൾ പറയുന്നു. 6 ദിവസം കൊണ്ട് സൃഷ്ടി നടത്തിയതിന് ശേഷം ഈ 6 ദിവസം സൃഷ്ടി നടക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു എതിരാളി ഉണ്ടായിരുന്നു. അവന് സാത്താൻ എന്ന് പറയുന്നു. അവൻ്റെ പേര് പിശാചെന്നാണ്. ലൂസിഫർ എന്നും അവന് പേര് പറയും. അവൻ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ എന്ന ജീവിയുടെ അടുക്കൽ വന്നു. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ആ മനുഷ്യനോട് ദൈവം എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യരുതെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ തോട്ടത്തിലുള്ള ഈ ഭൂമിയിൽ ഞങ്ങളാക്കിയിരിക്കുന്ന തോട്ടത്തിലുള്ള വൃക്ഷങ്ങളുടെ ഒക്കെയും ഫലങ്ങളൊക്കെയും ഞങ്ങൾക്ക് തിന്നാം. എന്നാൽ തോട്ടത്തിന് നടുവിൽ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണമുള്ള ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ എതിരാളിയായിരിക്കുന്ന പിശാച് അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. അപ്പോൾ ഈ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞ ഫലം തിന്നുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു. ദൈവത്തെപ്പോലെ ആകുവാനുള്ള ആഗ്രഹ നിമിത്തമായിട്ട് അവരാ വൃക്ഷഫലം തിന്നു. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയായിത്തീർന്നു. ദൈവം ഉണ്ടാക്കിയ ഈ ലോകത്തെ മനുഷ്യൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരുന്നത്. മനുഷ്യനാണ് ഇതിലെ സകല അധികാരവും ഉണ്ടായിരുന്നത്. ഈ മനുഷ്യൻ്റെ അനുവാദം കൂടാതെ ഒരു ആൾക്കും ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുവാനോ ഭൂമിയിൽ ഒരു കാര്യം ചെയ്യുവാനോ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ദൈവത്തോട് മനുഷ്യൻ അനുസരണക്കേട് ചെയ്തപ്പോൾ ആ മനുഷ്യനുണ്ടായിരുന്ന ലോകത്തിൽ ഉണ്ടായിരുന്ന ആധിപത്യം അത് പിശാചൻ്റെ കൈകളിലേക്ക് പോയി. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലായി എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ദൈവം മനുഷ്യനിൽ കൂടി ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന അവസ്ഥ മാറിയതിന് ശേഷമായിട്ട് ഇന്ന് പിശാച് മനുഷ്യനിൽ കൂടി ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ വീണ്ടും ഇനി ദൈവത്താൽ ഈ ലോകം ഭരിക്കപ്പെട്ടാൽ മാത്രമേ നഷ്ടപ്പെട്ടു പോയ ആ സമാധാനവും നഷ്ടപ്പെട്ടു പോയ ആ സ്വസ്ഥതയും ഈ ദ്രവത്വവും ഈ മരണവും ഒക്കെ നീങ്ങിപ്പോവുകയുള്ളൂ. അതിനുവേണ്ടി ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം എഴുതിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പോൾ ഒരു മനുഷ്യൻ ഈ മുഴു ലോകം നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്നാണ് അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഫോർ വാട്ട് ഈസ് എ മാൻ പ്രോഫിറ്റഡ് ഇഫ് ഹീ ഷാൽ ദ ഓൾ വേൾഡ് ആൻഡ് ലോസ് ഹിസ് ഓൺ സോൾ. അപ്പോൾ അവിടെ ജീവൻ എന്ന് എഴുതിയിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് സോൾ എന്നാണ്. മനുഷ്യന് 3 ശരീരഭാഗങ്ങളുണ്ട്, 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അവൻ്റെ ശരീരം, ഒന്ന് അവൻ്റെ ആത്മാവ്, ഒന്ന് അവൻ്റെ ദേഹി. അപ്പോൾ ഇവിടെ ജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥമായ പേര് ദേഹി അല്ലെങ്കിൽ സോള എന്നാണ്. മനുഷ്യൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളാകട്ടെ ചീത്ത കാര്യങ്ങളാകട്ടെ അതൊക്കെയും മരണശേഷം അതിനുള്ള നന്മയും അതിനുള്ള ശിക്ഷാവിധിയും ഒക്കെയും അനുഭവിക്കുന്നത് ഈ മനുഷ്യൻ്റെ സോൾ എന്ന് പറയുന്ന ദേഹി എന്ന് പറയുന്ന ഭാഗമാണ്. ദേഹി എന്താണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രകാരം അതിന് അകത്തെ മനുഷ്യൻ അല്ലെങ്കിൽ മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിലെ ഗൂഢമനുഷ്യൻ എന്നൊക്കെയും വിശുദ്ധ വേദപുസ്തകം അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അകത്തെ മനുഷ്യൻ എന്ന് മാത്രം നാം കരുതിയാൽ മതി. മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഈ അകത്തുള്ള മനുഷ്യനാണ് പുറത്തു വരുന്നതും അതാണ് നന്മ തിന്മ അനുഭവിക്കാനൊക്കെയും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ വചനം ചോദിച്ചിരിക്കുകയാണ്, ഒരു മനുഷ്യൻ ഈ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? നാം മുമ്പ് പഠിച്ചതുപോലെ
പാപം നിമിത്തമായിട്ട് സാത്താൻ ഈ ലോകത്തെ കീഴ്പ്പെടുത്തി മനുഷ്യനിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടു. വീണ്ടും മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് പോകാതിരിക്കാനായിട്ട് സാത്താൻ മനുഷ്യന് കൊടുക്കുന്ന പ്രചോദനമാണ് അവന് ഈ ലോകത്തിലുള്ളതൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുവാനായിട്ടിടയായിത്തീരും, അവന് കൊടുക്കുവാനായിട്ടിടയായിത്തീരും. മാനം, ധനം, അധികാരം, അതുപോലെ ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങൾ, ഇതെല്ലാം വെച്ച് ആണ് പിശാച് മനുഷ്യനുണ്ടായിരുന്ന പഴയ പ്രതാപത്തിലേക്ക് പോകാതിരിക്കുവാനായിട്ടും ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ തിരിയാതിരിക്കുവാനായിട്ടും ലോകത്ത് മനുഷ്യന് പിശാച് കൊടുക്കുന്നത്. നമുക്കറിയാം, ധാരാളം ധനമുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ധനം ഒത്തിരി ഉണ്ടായതുകൊണ്ടല്ല, ആ ധനത്തിലാണ് അവൻ്റെ ഹൃദയവും അവൻ്റെ ആശയും ഒക്കെയും വെച്ചിരിക്കുന്നത്. മാനം, നമുക്കറിയാം, ലോകത്ത് മാനിക്കപ്പെടുന്ന ഒത്തിരി ബഹുമാനിക്കപ്പെടുന്ന ആളുകളുണ്ട്, ഒത്തിരി പേര് ആരാധിക്കുന്ന ആളുകളുണ്ട്. അവൻ്റെ കഴിവിലും അവൻ്റെ പ്രവൃത്തിയും ഒക്കെയും കണ്ടിട്ട് മനുഷ്യർ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വലിയ വലിയ കളിക്കാർ, വലിയ വലിയ ആക്ടേഴ്സ്, മറ്റുള്ള ലോകത്തിലുള്ള വലിയ പ്രമുഖർ, വലിയ ചിന്തകന്മാർ, വലിയ എഴുത്തുകാർ, ഇവരൊക്കെയും ലോകത്തുനിന്ന് വലിയ മാനം പ്രാപിക്കുന്നവരാണ്. പക്ഷേ അതെന്തിനാണ് അതൊക്കെ ലഭിച്ചിരിക്കുന്നത്? അവർക്ക് ലഭിച്ചിരിക്കുന്നത് അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് അവരുടെ പ്രാണൻ പൂർണ്ണ സമാധാനത്തിൽ എത്താതിരിക്കാൻ വേണ്ടി പിശാച് കൊടുത്തിരിക്കുന്ന ഓരോരോ സമ്മാനങ്ങളും പ്രചോദനങ്ങളും മാത്രമാണ് ഇതൊക്കെ. ഇതൊരു മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവന് എൻ്റെ പ്രാണൻ്റെ വില എന്ന് പറയുന്നത് അത് ഈ മുഴുവൻ ലോകത്തെക്കാളും വിലയേറിയതാണ്. കാരണം ഇതൊക്കെയും ഒരു മനുഷ്യനുണ്ടെങ്കിലും, ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാണെങ്കിലും, ലോകത്തെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണെങ്കിലും, മരിക്കുന്നതോടുകൂടി അതൊക്കെയും തീർന്നു പോവുകയാണ്. മരണാനന്തരം ഇതൊന്നും അവനെ പിൻപറ്റുകയില്ല. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, താൻ എന്തെല്ലാം സമ്പത്തുണ്ടാക്കിയാലും ഇതൊന്നും പ്രയത്നിക്കാത്തതും അധ്വാനിക്കാത്തതുമായ മറ്റൊരുവന് ഇത് വെച്ചിട്ടും അവൻ പോകേണ്ടി വരും. അതുകൊണ്ട് അത് മായയാണ് എന്ന് ശലോമോൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കുള്ള ധനം, നമുക്കുള്ള മഹത്വം, നമുക്കുള്ള അധികാരം, നമുക്കുള്ള ലോകത്തിലുള്ള നമ്മുടെ ഉയർച്ചകൾ, ഇതൊക്കെയും മനുഷ്യന് കൊടുത്തിരിക്കുന്നത് അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയാതിരിക്കുവാൻ വേണ്ടിയാണ് സാത്താൻ അതൊക്കെയും കൊടുക്കുന്നത്. ഒരിക്കൽ യേശുവിനോട് തന്നെ അവൻ പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിപ്പിൻ, എന്നാൽ ഈ മുഴുവൻ ലോകവും നിൻ്റേതാകുമെന്ന് സാത്താൻ പറയാനിടയായിത്തീർന്നു. അപ്പോൾ ആരെല്ലാം ദൈവത്തെ വിട്ട് പിശാചിനെ ആരാധിക്കുന്നുവോ അവർക്ക് അവൻ ഈ ലോകത്തെ അവൻ കൊടുക്കുവാനിടയായിത്തീരും. എന്തെല്ലാം ചെയ്തിട്ടും ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് തിരിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ മുഴുവൻ ലോകവും അതിനുവേണ്ടി കൊടുക്കുവാൻ അവൻ തയ്യാറാകും. കാരണം അവന് വേണ്ടത് മനുഷ്യൻ ഒരിക്കലും ഈ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തിലേക്കും നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥതയിലേക്കും അധികാരത്തിലേക്കും വരുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്നാൽ യേശുവോ മനുഷ്യനെ വീണ്ടെടുക്കുന്നത് സ്വന്തം രക്തം, സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് മനുഷ്യനെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നത്. സാത്താൻ മുഴുവൻ ലോകവും കൊടുത്ത് മനുഷ്യൻ്റെ പ്രാണനെ അവൻ്റേതാക്കി തീർക്കുവാൻ നോക്കുമ്പോൾ, യേശുവോ ഈ ലോകത്തിൻ്റെ അധികാരത്തിൽ നിന്നും പിശാചിൽ നിന്നും മനുഷ്യൻ്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ സ്വന്തം ജീവൻ കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. വചനം പറയുന്നത് ആ ജീവൻ അവൻ്റെ നാമമായ യേശു എന്ന നാമത്തിലാണ്. ഇപ്പോൾ യേശു എന്ന നാമം ഒരു മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ അവന് ദൈവത്തിൻ്റെ ജീവൻ ലഭിക്കുകയാണ്. അത് നിമിത്തമായി അവൻ ഈ മുഴുവൻ ലോകത്തെയും ഉപേക്ഷിക്കുവാനായിട്ട് അവൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവന് തൻ്റെ പ്രാണനെ നേടുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ മുഴുവൻ ലോകം നേടിയാലും അതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല. കാരണം ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇട്ടിട്ടും പോകേണ്ടി വരും. എന്നാൽ മരിക്കുന്നതിന് മുമ്പേ കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ ജീവനും
ഞാൻ സമ്പാദിച്ച് ഈ ലോകത്തെ ഞാൻ ഉപേക്ഷിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം ഉപേക്ഷിച്ച് കളഞ്ഞ ഈ ലോകത്തിന് തന്നെ അധികാരിയായിട്ട് കർത്താവ് നമ്മളെ വീണ്ടും ഈ ഭൂമിയിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. അത്യുന്നതൻ്റെ വിശുദ്ധന്മാർ ഭൂമിയെ കൈവശമാക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ലോകത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ദുഷ്ടനും അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരിൽ കൂടി ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ ജീവനും പ്രാപിക്കുന്നവർക്ക് ലോകത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ ആ ജീവനെയും ആ നാമത്തെയും പ്രാപിക്കുന്നവർക്ക് അവർ അത്യുന്നതൻ്റെ വിശുദ്ധന്മാരാണ്. അവർ ഈ ഭൂമിയെ കൈവശമാക്കി എന്നേക്കും അതിൽ നീതിയും സമാധാനവും സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെയും സ്ഥാപിക്കും എന്നുള്ള പ്രത്യാശയോടെ സകല ജീവികളും കാത്തിരിക്കുമ്പോൾ അത് അപ്രകാരം കാത്തിരിക്കുവാനും അത് പ്രാപിക്കുവാനും തക്കവണ്ണം നമുക്ക് ഈ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വചനം പറയുന്നത് പോലെ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം എന്നുള്ള വചനം നമുക്ക് നമ്മുടെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ലോകത്തെ വിട്ട് കർത്താവിൻ്റെ ജീവനെ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തെ ജയിച്ച് നമ്മുടെ പ്രാണനെ നേടുവാനും ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതായ മഹാസമാധാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കാം. ദുഷ്ടൻ്റെ അധീനപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് വിടുതൽ പ്രാപിക്കാം. അവൻ വെച്ച് നീട്ടുന്ന എല്ലാ ഔദാര്യങ്ങളെയും നമുക്ക് വേണ്ട എന്ന് വയ്ക്കാം. ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും ഒക്കെയും നമുക്ക് ഉപേക്ഷിക്കാം. മദ്യപാനത്തെയും വ്യഭിചാരത്തെയും കൊലപാതകത്തെയും വഞ്ചനയെയും ചതിയെയും എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ് ഈ ലോകത്ത് യേശു ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചുവോ ആ കാൽച്ചുവടുകളെ തന്നെ പിൻപറ്റി കർത്താവിൻ്റെ ജീവനാൽ ഈ ലോകത്തെ ജയിച്ച് നമുക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാകുന്ന തേജസ് പ്രാപിക്കുവാനും നഷ്ടപ്പെട്ടു പോയ ഈ ലോകത്തിൻ്റെ അധികാരവും അവകാശവും സാത്താനിൽ നിന്ന് ദൈവം തിരികെ പ്രാപിക്കുന്ന ദിവസം, ദൈവത്തിൻ്റെ മക്കൾക്ക് അത് കൊടുക്കുന്ന ദിവസം നമ്മളും നമ്മളുടെ പ്രാണനെ നേടിയവരായി അത് പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചന പഠനം, ഈ സുവിശേഷത്തിൻ്റെ മാർഗം, ഈ ഭാഗം ചിന്തിച്ച് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.